Today we are going to discuss about the oxides of nitrogen. What are the different types of oxides of nitrogen and the oxidation states of different oxides of nitrogen? Let us see different oxides of nitrogen. Actually, nitrogen forms a number of oxides in different oxidation states, right from +1 to +5. Total 6 different types of oxides are there from +1 to +5. As it is shown in this particular table, you can see the different oxidation states as well as the oxides of nitrogen in nitrogen oxides. ഈ ടേബിളിൽ നമുക്ക് +1 മുതൽ +5 വരെ 6 തരത്തിലുള്ള നൈട്രജന്റെ ഓക്സൈഡ്സ്, വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിലുള്ള ഓക്സൈഡ്സ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള നൈട്രജന്റെ ഓക്സൈഡ് ആണ് ഡൈ നൈട്രജൻ മോണോക്സൈഡ്. ഡൈ നൈട്രജൻ ഓക്സൈഡ് എന്നും അല്ലെങ്കിൽ നൈട്രജൻ 1 ഓക്സൈഡ് എന്നും നമുക്ക് പറയാവുന്നതാണ്. രണ്ടാമത്തെ +2 വരുന്നത് നൈട്രജൻ മോണോക്സൈഡ്. +3 വരുന്നത് ഡൈ നൈട്രജൻ ട്രയോക്സൈഡ് N2O3. +4 വരുന്നത് നൈട്രജൻ ഡയോക്സൈഡ്. +4 again ഡൈ നൈട്രജൻ ടെട്രോക്സൈഡ്. and +5 is ഡൈ നൈട്രജൻ പെന്റോക്സൈഡ്. ഇത്രയും ഓക്സൈഡ്സ് ആണ് +1 മുതൽ +5 വരെയുള്ള നൈട്രജന്റെ ഓക്സൈഡ്സ്. നമുക്ക് ഓരോന്നായിട്ട് അതിന്റെ പ്രിപ്പറേഷനും അപ്പിയറൻസും നോക്കാം. ഡൈ നൈട്രജൻ ഓക്സൈഡ് ഈസ് നൈട്രജൻ 1 ഓക്സൈഡ് വിത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. N2O is the formula. അത് പ്രിപ്പയർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നൈട്രേറ്റ്, യൂഷ്വലി അമോണിയം നൈട്രേറ്റ്, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമോണിയം നൈട്രേറ്റ് ഓൺ ഹീറ്റിംഗ് gives dinitrogen oxide, where nitrogen having +1 oxidation state. Usually it is a colorless neutral gas. രണ്ടാമത്തെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇതിനെ നൈട്രജൻ മോണോക്സൈഡ് എന്നോ നൈട്രിക് ഓക്സൈഡ് എന്നോ നമുക്ക് വിളിക്കാം. നൈട്രജൻ 2 ഓക്സൈഡ് NO. ഇത് നമ്മൾ സാധാരണ നൈട്രൈറ്റ് ഫെറസ് സൾഫേറ്റും സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേർത്ത് റിയാക്ട് ചെയ്യിക്കുമ്പോഴാണ് ഉണ്ടാവാറുള്ളത്. നൈട്രൈഡ്സ് വിത്ത് ഫെറസ് സൾഫേറ്റ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ഇതും ഒരു കളർലെസ് ഗ്യാസ് ആണ്, ന്യൂട്രൽ ഗ്യാസ് ആണ്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളതാണ് ഡൈ നൈട്രജൻ ട്രയോക്സൈഡ്, നൈട്രജൻ 3 ഓക്സൈഡ് N2O3. അത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണുള്ളത്. ഇത് ഫോം ചെയ്യുന്നത് നൈട്രിക് ഓക്സൈഡ് NO, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള നൈട്രജന്റെ ഓക്സൈഡ് +4 ഓക്സിജൻ സ്റ്റേറ്റിലുള്ള ഡൈ നൈട്രജൻ ടെട്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ്. ആൻഡ് ദിസ് ഈസ് ബിലോ 0 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് at 250 Kelvin, that is below 0 degree Celsius. So NO plus N2O4 gives N2O3, dinitrogen trioxide, അല്ലെങ്കിൽ nitrogen 3 oxide. And this is having some blue color. It is usually solid in nature because this is at 250 Kelvin. And it is acidic in nature. Right. Then +4 oxygen സ്റ്റേറ്റിലുള്ള നൈട്രജൻ ഡയോക്സൈഡ് NO2, നൈട്രജൻ 4 ഓക്സൈഡ്. ഇത് സാധാരണ പ്രിപ്പയർ ചെയ്യാറുള്ളത് നൈട്രേറ്റുകൾ, മെറ്റൽ നൈട്രേറ്റ്സ്, സാധാരണ മെറ്റൽ നൈട്രേറ്റ്സ് ഹീറ്റ് ചെയ്തിട്ടാണ്. ഹീറ്റ് at 673 Kelvin. So NO2 is formed, nitrogen dioxide is formed. Nitrogen dioxide can be easily identified by its color, brown in color. They're having brown color. It is easy to identify that. And it is acidic in nature. Then nitrogen tetroxide also have +4 oxidation state for nitrogen N2O4. Actually, it is a dimer of NO2. NO2 ന്റെ ഒരു ഡൈമർ ആയിട്ടാണ് നമ്മൾ നൈട്രജൻ ടെട്രോക്സൈഡിനെ പറയുന്നത്, ഡൈനൈട്രജൻ ടെട്രോക്സൈഡിനെ പറയുന്നത്. അപ്പോൾ 2NO2 ഡൈമറൈസ് ചെയ്യുമ്പോൾ N2O4. അത് ഡൈമറൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൂൾ ചെയ്യണം. കാരണം 673 നമ്മൾ നേരത്തെ NO2 ഉണ്ടാക്കിയത് കണ്ടു. അപ്പോൾ അത് ഹയർ ടെമ്പറേച്ചറിലാണ്. കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഡൈമറൈസ് ചെയ്യുകയും N2O4 ആയി മാറുകയും ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അത് NO2 ആയിട്ട് മാറും. ഓക്കെ, N2O4 ആകുമ്പോൾ അത് കളർലെസ് ആണ്, NO2 ആകുമ്പോൾ അത് ബ്രൗൺ കളർഡ് ആണ്. റൈറ്റ്. ആൻഡ് ഇറ്റ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. ദെൻ ദ +5 ഓക്സിജൻ സ്റ്റേറ്റ് N2O5, that is dinitrogen pentoxide, that having +5 oxygen state. Okay, and that is nitrogen 5 oxide. ഇതുണ്ടാവുന്നത് നൈട്രിക് ആസിഡും ഫോസ്ഫറസ് പെന്റോക്സൈഡും റിയാക്ട് ചെയ്തിട്ടാണ്. നൈട്രിക് ആസിഡും ഫോസ്ഫറസ് പെന്റോക്സൈഡും.
Phosphorus pentoxide is P4O10. P4O10. P4O10 P2O5 ആയിട്ടാണ് പറയുക. അത് ഡൈമർ ആയതുകൊണ്ടാണ് phosphorus pentoxide എന്ന് നമ്മൾ വിളിച്ചത്. HNO3 plus P4O10 gives N2O5, dinitrogen pentoxide. And this is a colorless solid. It is acidic in nature. ഇതിന്റെ കെമിക്കൽ നേച്ചർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരുന്തോറും അസിഡിക് നേച്ചർ കൂടി വരുന്നതായിട്ടാണ്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരുന്തോറും അസിഡിക് നേച്ചർ കൂടി വരുന്നതായിട്ടാണ്. ന്യൂട്രൽ ടു അസിഡിക് ആണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോർ ദ ഓക്സൈഡ് ദാറ്റ് ബിക്കം അസിഡിക് ഫോർ നൈട്രജൻ. അടുത്തത് നമ്മൾ അതിന്റെ സ്ട്രക്ചർ ആണ് കാണുന്നത്. വ്യത്യസ്ത ഓക്സൈഡ്സിന്റെ സ്ട്രക്ചർ ആണ് കാണുന്നത്. 6 വ്യത്യസ്ത ഓക്സൈഡ്സ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചേഴ്സ് N2O അത് +1 ഓക്സിജൻ സ്റ്റേറ്റിലുള്ള നേരത്തെ പറഞ്ഞു. ഇതൊരു ലീനിയർ സ്ട്രക്ചറിലുള്ളതാണ്. N2O N ഡബിൾ ബോണ്ട് O അല്ലെങ്കിൽ N ട്രിപ്പിൾ ബോണ്ട് NO. ഇതൊരു ലീനിയർ സ്ട്രക്ചറിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ വരച്ചിട്ടുള്ളത്. റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. സോ ദീസ് ആർ ദ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഫോർ oxides of nitrogen, and it is linear in nature. N double bond O, otherwise N triple bond NO, right? Linear. Nitric oxide NO is having also one more resonance structure, NO, N double bond O. അതിൽ ഒരു സ്ട്രക്ചറിൽ നമുക്ക് ഓഡ് നമ്പർ ഇലക്ട്രോൺ ഉള്ളത് ഓക്സിജനിലും അടുത്ത സ്ട്രക്ചറിൽ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് നൈട്രജനിലുമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇലക്ട്രോൺസ് റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്നും പറയാം. ലൂയിസ് സ്ട്രക്ചേഴ്സ് ആണിത്. അപ്പൊ ലൂയിസ് ഡോട്ട് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആയിട്ട് നമുക്ക് ഇവയെ പറയാവുന്നതാണ്. ലൂയിസ് ഡോട്ട് റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് 2 ആറ്റേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിനെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ലീനിയർ ആണോ ബെൻഡ് ആണോ ഒന്നും പറയേണ്ട കാര്യം. അടുത്തത് നമ്മൾ പറയുന്നത് N2O3 ഒരു പ്ലെയിനാർ മോളിക്യൂളാണ്. ഓരോ നൈട്രജനിലും ഡബിൾ ബോണ്ട് O ഉണ്ട്. ഒരു നൈട്രജനിൽ സിംഗിൾ ബോണ്ട് O. ഇത് റെസൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് അടുത്ത സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ആറ്റത്തിലേക്കാണ് നമുക്കത് വരയ്ക്കുക. ഓക്കെ, അതിന്റെ ആ ഒരു സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും എന്താണ് വ്യത്യാസം. റൈറ്റ്, അപ്പൊ ഇതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് പ്ലെയിനാർ ആണ് നേച്ചർ, പ്ലെയിനാർ. ഇവിടെ ഒരു NN ബോണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നൈട്രജൻ N2O3 ആണ്. അപ്പൊ നൈട്രജൻ ബോണ്ട് അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അടുത്തത് NO2 നമുക്കറിയാം +4 ഓക്സിജൻ സ്റ്റേറ്റിലുള്ളതാണ്. ഇവിടെ ഒരു ബെൻഡ് ആംഗുലാർ സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്. ആംഗുലാർ സ്ട്രക്ചർ. N2O എന്നുള്ളത് ലീനിയർ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇത് NO2 ആംഗുലാർ ആയിട്ടാണ് വരുന്നത്. ONO ആംഗുലാർ ആയിട്ടാണ് വരുന്നത്. ONO 134 ഡിഗ്രി ആംഗിൾ വരുന്ന രൂപത്തിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 134 ഡിഗ്രി. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഒരു ഓഡ് ഇലക്ട്രോൺ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഓഡ് ഇലക്ട്രോൺ ഈസ് ദെയർ ഓൺ നൈട്രജൻ ആറ്റം. ഓക്കെ, ഒരു സ്ട്രക്ചറിൽ O സിംഗിൾ ബോണ്ട് N ഡബിൾ ബോണ്ട് O ആണെങ്കിൽ മറ്റേ സ്ട്രക്ചറിൽ O ഡബിൾ ബോണ്ട് N സിംഗിൾ ബോണ്ട് O. അങ്ങനെ അതിന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, അതായത് അതിന്റെ രണ്ടിന്റെയും ബോണ്ട് ലെങ്ത് ഈക്വൽ ആണ്. 120 പൈക്കോമീറ്റർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കേണ്ടി വന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആംഗുലാറുമാണ്. നൈട്രജന്റെ മുകളിൽ ഒരു ഓഡ് ഇലക്ട്രോണും ഉണ്ട്. ആ ഓഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ അതിനത് പെയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സാധാരണ NO2 എന്നുള്ളത് ഹയർ ടെമ്പറേച്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഡൈമറൈസ് ചെയ്യും. കൂൾ ചെയ്യുമ്പോൾ ഡൈമറൈസ് ചെയ്യും. അങ്ങനെ ഡൈമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് N2O4 കിട്ടും. N2O4. അങ്ങനെയാണ് നമ്മൾ N2O4 ഉണ്ടാക്കുന്നത്. നമ്മൾ അതൊരു പ്ലെയിനാർ മോളിക്യൂൾ ആണ്. പ്ലെയിനാർ. ഓൾ ദ നൈട്രജൻ ആൻഡ് ഓക്സിജൻ ആർ ഓൺ വൺ പ്ലെയിൻ. ഒറ്റ പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഈ എല്ലാ മോളിക്യൂളും ഒരേപോലെ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിന് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചറിൽ ഡബിൾ ബോണ്ട് O എല്ലാം ഒരേ സൈഡിലാവുമ്പോൾ മറ്റേ സ്ട്രക്ചറിൽ അത് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സിന്റെ കാര്യം പറഞ്ഞു. ആൻഡ് ദിസ് ഈസ് പ്ലെയിനാർ ഇൻ നേച്ചർ. ഇനി N2O5 +5 ഓക്സിജൻ സ്റ്റേറ്റിലുള്ളതാണ് N2O5. ഇവിടെ അതെ നൈട്രജന് മുകളിൽ ഒരു ഡബിൾ ബോണ്ട് O ഉണ്ട്. 2 നൈട്രജന് മുകളിലും ഒരു ഡബിൾ ബോണ്ട് O. പക്ഷെ ഇല്ലാത്തത് NN സിംഗിൾ ബോണ്ടാണ്. നൈട്രജൻ ബോണ്ട് ഇല്ല, ഡയറക്റ്റ് ബോണ്ട് ഇല്ല. മറിച്ച് ഒരു ബ്രിഡ്ജ് NON ആയിട്ടുള്ള ബ്രിഡ്ജ് ബോണ്ടാണ് ഇതിലുള്ളത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. There is no NN bond, but NON bond. And all the atoms are in a plane. So it is planar in nature.
All the atoms are in a plane. ഇനി ഇതിൽ മൊത്തം സ്ട്രക്ചേഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ONO ആംഗിൾ ഒരു 134-135 ഡിഗ്രിയിലായിരിക്കും സാധാരണ ഉണ്ടാവുക. 130 to 135 എന്ന് വേണമെങ്കിൽ പറയാം വ്യത്യസ്ത ആംഗിൾസ്. ഏതൊക്കെയാണ്? ONO ബോണ്ട്. ഓക്കെ, ആ ആംഗിളിനെ കുറിച്ചാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് 130 to 135 വരുന്ന റേഞ്ചിലായിരിക്കും അതുണ്ടാവും. അന്ന് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ലാസ്റ്റ് പറഞ്ഞ +5 ഓക്സിജൻ സ്റ്റേറ്റിൽ എന്തില്ല? +5 ഓക്സിജൻ സ്റ്റേറ്റിൽ NN ഡയറക്റ്റ് ബോണ്ട് ഇല്ല, മറിച്ച് അതൊരു ബ്രിഡ്ജ് ടൈപ്പ് ബോണ്ടാണ് ത്രൂ ഓക്സിജൻ. ദീസ് ആർ ദ വേരിയസ് ബോണ്ട് പാരാമീറ്റേഴ്സ് ഓഫ് ദ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഇനി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അതിലുണ്ട്, വൈ ഡസ് NO2 ഡൈമറൈസ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു. NO2 എന്തുണ്ട്? ഒരു ഓഡ് ഇലക്ട്രോൺ, ഓഡ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഓഡ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ സാധാരണഗതിയിൽ വളരെ റിയാക്റ്റീവ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് പെയർ ചെയ്യാൻ ശ്രമിക്കുകയും സ്റ്റേബിൾ ആയിട്ടുള്ള N2O4 ഉണ്ടാവാൻ ശ്രമിക്കുകയും ചെയ്യും. N2O4 അത് ഈവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പൊ ഇറ്റ് ബിഹേവ്സ് ആസ് ആൻ ഈവൺ നമ്പേർഡ് 1 in N2O4 whereas odd in NO2. ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വരച്ച് പഠിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദ കോവാലൻസി ഓഫ് നൈട്രജൻ ഇൻ N2O5? N2O5 നമ്മൾ ശ്രദ്ധിച്ച ആ സ്ട്രക്ചർ നമ്മൾ നേരത്തെ കണ്ടതാണ്. N2O5 എന്താണ് കോവാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോവാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജൻ എത്ര when an element shares electrons with the other atoms of the same or different. ഒരു മൂലകം മറ്റൊരു മൂലകവുമായി അത് അതേ ടൈപ്പിലുള്ളതാവാം അല്ലെങ്കിൽ വ്യത്യസ്ത ടൈപ്പിലുള്ളതാവാം. ഓക്കെ, ഒരു സ്റ്റേബിൾ കോവാലൻസ്, സ്റ്റേബിൾ കോൺഫിഗറേഷൻ തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോവാലൻസി എന്ന് പറയുന്നത്. അപ്പൊ ഡബിൾ ബോണ്ടഡ് ആണെങ്കിൽ കോവാലൻസി 2 ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ 3 ആയിട്ട് എടുക്കേണ്ടി വരും. സിംഗിൾ ആണെങ്കിൽ 1. അപ്പൊ ഇവിടെ നമ്മൾ N2O4ന്റെ കേസിൽ ഇറ്റ് ഈസ് ഈസി ടു സേ നൈട്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം എ നമ്പർ ഓഫ് ഓക്സൈഡ്സ് ഹാവിംഗ് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. നൈട്രജൻ ഹാസ് എ ടെൻഡൻസി ടു ഫോം p മൾട്ടിപ്പിൾ ബോണ്ട്സ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ സിംഗിൾ ബോണ്ട് ആവാം, ഡബിൾ ബോണ്ട് ആവാം, എങ്ങനെയാവാം. അങ്ങനെ നമുക്ക് വ്യത്യസ്ത ഓക്സിജൻ സ്റ്റേറ്റ്സ് നമ്മളിപ്പോൾ കണ്ടു. നൈട്രജൻ ഷെയർസ് ഇറ്റ് 4 pairs ഓഫ് ഇലക്ട്രോൺസ് വിത്ത് ഓക്സിജൻ. ഓക്സിജനുമായിട്ട് 4 pairs. Therefore its covalency is 4. Covalency 4 ആണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചറിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. its covalency is 4. 1, 2, 3 and 4 each nitrogen. Okay, so that is the covalency of nitrogen in N2O5. Okay, next we are going to see what is nitric acid. എന്താണ് നൈട്രിക് ആസിഡ് എന്ന്? റൈറ്റ്, നൈട്രിക് ആസിഡ് സാധാരണഗതിയിൽ നൈട്രജൻ 3 തരത്തിലുള്ള ഓക്സോ ആസിഡ്സ് കാണിക്കാറുണ്ട്. 3 ഓക്സോ ആസിഡ്സ് ആണ് H2N2O2, HNO2, HNO3. H2N2O2 is hyponitrous acid. HNO2 is nitrous acid. HNO3 is nitric acid. So there are 3 oxo acids. And nitric acid is most important one among this one. അതുകൊണ്ടാണ് നമ്മൾ നൈട്രിക് ആസിഡ് പഠിക്കുന്നത്. സോ ഇത് 3ഉം അതിന്റെ ഓക്സോ ആസിഡ്സ് ആണ്. ഓക്സോ ആസിഡ്സ് ഓഫ് നൈട്രജൻ ആണ്. ഓക്കെ, അപ്പോൾ 3 പറഞ്ഞു: ഹൈപ്പോനൈട്രസ്, നൈട്രസ്, നൈട്രിക്. H2N2O2, HNO2, HNO3. HNO3 is nitric acid. It is a strong acid. It's a strong acid with the formula HNO3. Okay, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസിഡ് നൈട്രിക് ആസിഡ് ആയതുകൊണ്ട് നമ്മൾ നൈട്രിക് ആസിഡിനെ കുറിച്ച് പഠിക്കുക. ഓക്കെ, let us see the preparation of nitric acid. Nitric acid preparation. Nitric acid ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നൈട്രേറ്റ്, ഉദാഹരണത്തിന് സോഡിയം നൈട്രേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് പോലത്തെ നൈട്രേറ്റ്സിനെ സൾഫ്യൂരിക് ആസിഡുമായിട്ട്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഒരു ഗ്ലാസ് റിട്ടോർട്ടിൽ ഹീറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒരു ഗ്ലാസ് വെസലിൽ സോഡിയം നൈട്രേറ്റും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൈട്രിക് ആസിഡും സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ്, സോഡിയം ബൈ സൾഫേറ്റും കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈസി ടു പ്രിപ്പയർ in a glass retort or a test tube you can prepare. അപ്പോൾ ഇതാണ് നൈട്രിക് ആസിഡിന്റെ ലാബ് പ്രിപ്പറേഷൻ. ഇനി അത് ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ, ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് ഓസ്വാൾ പ്രോസസ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഓസ്വാൾ പ്രോസസ്. ഓക്കെ, നമ്മൾ വ്യത്യസ്ത പ്രോസസ്സുകൾ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കാറുണ്ട്. ഉദാഹരണത്തിന് കോൺടാക്ട് പ്രോസസ് എല്ലാവരും കേട്ടത്, അല്ലെങ്കിൽ ഹെയ്ബർ പ്രോസസ്, അത് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. അതുപോലെ വേറൊരു പ്രോസസ്സാണ് ഓസ്വാൾസ് പ്രോസസ്.
എന്താണ് Ostwalds process? സാധാരണ ഇതൊരു കാറ്റലിറ്റിക് ഓക്സിഡേഷൻ പ്രോസസ് ആണ്. ഇറ്റ് ഇസ് എ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ പ്രോസസ് വേർ വി ആർ യൂസിങ് പ്ലാറ്റിനം ഓർ റോഡിയം ആസ് കാറ്റലിസ്റ്റ്. പ്ലാറ്റിനം ഓർ റോഡിയം ആയിരിക്കും കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. 500 കെൽവിനിൽ 9 ബാർ പ്രഷർ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും നമ്മൾ അമോണിയയെ ഓക്സിഡൈസ് ചെയ്യുക. ദ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ യൂസിങ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. Atmospheric oxygen madi. Ammonia plus oxygen gives 4NO plus 6H2O. 4NH3 plus 5O2 gives 4NO plus 6H2O. Nitric oxide ആണ് first function. ഈ this nitric oxide combines with more oxygen in air. കൂടുതൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാണ്. അങ്ങനെ അത് NO2 നൈട്രജൻ ഡയോക്സൈഡ് ആയിട്ട് മാറും. It is an exothermic process. നൈട്രജൻ ഡയോക്സൈഡ്. ഈ നൈട്രജൻ ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ഇൻ വാട്ടർ ഓർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, നൈട്രിക് ആസിഡ് കിട്ടും. ദാറ്റ് ഈസ് NO2 plus H2O, HNO3. അപ്പൊ 3 സ്റ്റെപ്സ് ആണ് ഈ Ostwalds പ്രോസസ്സിൽ ഉള്ളത് എന്ന് നമ്മൾ ഓർക്കണം. സോ ഇറ്റ് ഈസ് എ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ ഇൻ പ്രസൻസ് ഓഫ് റോഡിയം ഓർ പ്ലാറ്റിനം അറ്റ് 100 കെൽവിൻ ആൻഡ് 9 ബാർ പ്രഷർ. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ഇക്വേഷനിൽ തേർഡ് സ്റ്റെപ്പിൽ നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നൈട്രിക് NO thus formed is recycled and the aqueous nitric acid can be concentrated by distillation. ഇത് നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്യാം. അതിനുശേഷം നമ്മൾ നൈട്രിക് ആസിഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാം. എങ്ങനെയാ റീസൈക്കിൾ ചെയ്യുക? റീസൈക്കിൾ ചെയ്യുന്നത് നമ്മൾ വീണ്ടും ഇപ്പൊ ആ സ്റ്റെപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റലിറ്റിക് ഓക്സിഡേഷൻ, ഓക്സിജനും അമോണിയയും ചേർന്ന് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നൈട്രിക് ഓക്സൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് നൈട്രജൻ ഡയോക്സൈഡ്, അത് N2O4 ആയിട്ട് വാട്ടറിൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രിക് ആസിഡ്. ഈ സ്റ്റേജിൽ ഉണ്ടാവുന്ന NO നൈട്രിക് ഓക്സൈഡ് വീണ്ടും നമ്മൾ ആ കാറ്റലിസ്റ്റ് ആയിട്ട് ചേർന്ന് NO ഉണ്ടാവുന്നതിന്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് NO2 ആയിട്ട് മാറ്റും. അപ്പൊ അതിങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും, ലോസ് ഇല്ല. ഇങ്ങനെ ഉണ്ടാവുന്ന നൈട്രിക് ആസിഡിനെ നമ്മൾ ഡിസ്റ്റിൽ ചെയ്യും. അത് 68% വരെ മാത്രമേ നമുക്ക് ഡിസ്റ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിസ്റ്റിലേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 393.5 കെൽവിൻ. 393.5 കെൽവിൻ. അതൊരു ആസിയോട്രോപിക് മിക്സ്ചർ ആവും 68% എത്തുമ്പോൾ. ഡിസ്റ്റിൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാൻ കഴിയില്ല. യു കനോട്ട് ഫർദർ കോൺസെൻട്രേറ്റ് ബിക്കോസ് ദാറ്റ് ഫോംസ് ആൻ ആസിയോട്രോപിക് മിക്സ്ചർ 68%. ഇനിയും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യണം. യു ഹാവ് ടു ഡീഹൈഡ്രേറ്റ് ഇറ്റ്. Okay, H2SO4 with the help of H2SO4. Then you will get 98% nitric acid. അങ്ങനെ നമുക്ക് 98% nitric acid ഉണ്ടാക്കാം. അവിടെ നമ്മൾ ഡീഹൈഡ്രേഷൻ ആണ് ഉപയോഗിക്കുന്നത് with the help of sulfuric acid. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിലാണ് ഡീഹൈഡ്രേഷൻ. റൈറ്റ്. ഇനി നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കി കഴിഞ്ഞാൽ യൂഷ്വലി ഇറ്റ് ഈസ് ഇൻ ദ പ്യുവർ ഫോം ഇറ്റ് ഈസ് കളർലെസ്. പ്രത്യേകിച്ച് കളർ ഒന്നുമില്ല പ്യുവർ ആണെങ്കിൽ. പക്ഷെ കുറെ കാലം വെച്ച സംഭവമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു യെല്ലോ കളർ വരും. അത് അതിന്റെ ഡ്യൂ ടു ദ ഡികമ്പോസിഷൻ ഓഫ് നൈട്രിക് ആസിഡ് ടു ഇറ്റ്സ് ഓക്സൈഡ്സ് ആയിട്ട് മാറുന്നതാണ് ഇൻ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സൈഡ്. ഇപ്പൊ നമ്മൾ തുറക്കടക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ റിയാക്ട് ചെയ്യും. അത് ഓക്സിജൻ ചെറിയ അളവിൽ അത് റിയാക്ട് ചെയ്തിട്ട് അതിന്റെ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് അതിനൊരു ലൈറ്റ് യെല്ലോ കളർ വരുന്നത്. ഇത് കൊറോസീവ് ആണ്, ടോക്സിക് ആണ്. സ്കിന്നിൽ വീണ് കഴിഞ്ഞാൽ നമുക്കൊരു ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ പൊള്ളും ആണ് സ്കിൻ ബേൺ എന്ന് പറയുന്നത്. പിന്നെ അത് ആസിഡ് ആണല്ലോ. ആസിഡ് ആകുമ്പോൾ അത് ആൽക്കലിയുമായിട്ട് ഹൈഡ്രോക്സൈഡ്സുമായിട്ട് റിയാക്ട് ചെയ്യും, മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യും. ഇങ്ങനെ നമുക്കുള്ള ഈ റിയാക്ഷൻസ് നമുക്ക് ഇനി തുടർന്ന് കാണാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫിസിക്കൽ നേച്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ അതിന്റെ സ്ട്രക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റേറ്റ് നൈട്രിക് ആസിഡ് എക്സിസ്റ്റ് ആസ് എ പ്ലെയിനാർ മോളിക്യൂൾ. അതൊരു പ്ലെയിനാർ മോളിക്യൂൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. പ്ലെയിനാർ മോളിക്യൂൾ അതായത് HON പിന്നെ 2 O, ഒരു ഡബിൾ ബോണ്ട് ഓയും ഒരു സിംഗിൾ ബോണ്ട് ഓയും. ഇങ്ങനെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുക. അതാണ് നൈട്രിക് ആസിഡിന്റെ സ്ട്രക്ചർ. ഇതൊരു പ്ലെയിനാർ സ്ട്രക്ചർ ആയിട്ട് ഗ്യാസ് സ്റ്റേറ്റിൽ നമുക്ക് പറയാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇത് കളർലെസ് ആണ്, ലിക്വിഡ് ആണ്. ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും 231.4 and 355.6 കെൽവിൻ. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും. ഓക്കെ, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ 68% ആണ്. 68% വരെ നമുക്ക് അതിനെ ഡിസ്റ്റിൽ ചെയ്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ആ സമയത്ത് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി
1.504 1.504. അപ്പൊ ഇത്രയാണ് ഇതിന്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഈ OH എന്നുള്ള H ആണ് അയണൈസ് ചെയ്തിട്ട് ഇതിനെ ആസിഡ് ആക്കി മാറ്റുന്നത്. ഇതിന്റെ ആസിഡ് പ്രോപ്പർട്ടി കാരണം ഈ H അയോൺ അതിന് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ H+ അയോൺസ് തരാൻ കഴിയും. ഓക്കെ, ഇനി ഇതൊരു ആസിഡ് ആണ്. ഈ H+ അയോൺസ് HNO3യും H2Oയുമായി ചേർന്ന് കഴിഞ്ഞാൽ H3O+ കിട്ടും. H3O+. ഈ H3O+ ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഹൈഡ്രോണിയം അയോൺ ആയിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് എന്തായത്? ആസിഡ് ആയത്. So it can give hydronium ion in water. So in aqueous solution, nitric acid behave as a strong acid because of this hydronium ion. Right. ഇതിന്റെ റിയാക്ഷൻസ് നമ്മൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതയുള്ള റിയാക്ഷൻ. സാധാരണ നൈട്രിക് ആസിഡുമായിട്ട് മെറ്റൽസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ നൈട്രേറ്റ്സ് ആണ് കിട്ടുക. നൈട്രേറ്റ്സ്, മെറ്റൽ നൈട്രേറ്റ്സ്. ഓക്കെ, ഈ നൈട്രിക് ആസിഡിന്റെ പ്രത്യേകതയും കൂടിയുണ്ട്. ഇതൊരു ഓക്സിഡൈസിങ് ആസിഡ് ആണ്. ദിസ് ഈസ് ആൻ ഓക്സിഡൈസിങ് ആസിഡ്. നമ്മളൊരു ആസിഡ് എന്ന് പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ആസിഡ്. ഇറ്റ് ക്യാൻ അറ്റാക്ക് വിത്ത് മെനി ഓഫ് ദ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷേ ആ റിയാക്ഷൻ ഗോൾഡ്, പ്ലാറ്റിനം തുടങ്ങിയ റോയൽ മെറ്റൽസുമായിട്ടില്ല. അതിന് നമ്മൾ അക്വാ റീജിയറിന് വേറൊരു മിക്സർ യൂസ് ചെയ്യും. നൈട്രിക് ആസിഡ് ഇറ്റ്സ് എ മിക്സർ ഓഫ് നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ചേർന്ന ഒരു മിക്സ്ചറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ റിയാക്ഷൻ, മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ ഡൈല്യൂട്ടിലും കോൺസെൻട്രേറ്റിലും വ്യത്യസ്ത തരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഇൻ ഡൈല്യൂട്ടഡ് ആസ് വെൽ ആസ് കോൺസെൻട്രേറ്റഡ്. ഇപ്പോൾ കോപ്പറുമായിട്ടുള്ള റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് മോറോവർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റലുമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ഡൈല്യൂട്ടഡ് കോൺസെൻട്രേറ്റഡ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഡൈല്യൂട്ടഡ് നൈട്രിക് ആസിഡുമായിട്ടാണ് നമ്മൾ കോപ്പർ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ കോപ്പർ നൈട്രേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റൽ നൈട്രേറ്റ് ഉണ്ടാവും. അവിടെ നൈട്രിക് ഓക്സൈഡും ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. NO ഓക്സിജൻ സ്റ്റേറ്റ് +2 ആണ്. NO+2. അപ്പൊ +2 ഉള്ള ഒരു ഓക്സൈഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇനി ഇത് കോൺസെൻട്രേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ നൈട്രേറ്റ് ഫോം ചെയ്യുന്നതിനൊപ്പം നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. NO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +4 ഓക്സിജൻ സ്റ്റേറ്റ് +4. അപ്പൊ ഒന്നൊരു ലോവർ ഓക്സിജൻ സ്റ്റേറ്റ് ഉള്ളതും ഒന്ന് ഒരു ഹയർ ഓക്സിജൻ സ്റ്റേറ്റ് ഉള്ളതുമായ രണ്ട് ഓക്സൈഡ്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഡൈല്യൂട്ടഡ് ലോവറും കോൺസെൻട്രേറ്റഡ് ഹയറും. നമ്മൾ വേറെ, അപ്പൊ ഇതിപ്പോ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രിക് ആസിഡിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു കമ്പാരിസൺ നടത്തിയത്. ഇനി നമ്മൾ ഇതിന്റെ മെറ്റലിനെ വേറൊരു മെറ്റലാക്കി മാറ്റിയാൽ, ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് മെറ്റൽ. ഇവിടെ ഒരു സിങ്ക് എന്ന് പറഞ്ഞൊരു മെറ്റൽ എടുത്ത് നോക്കാം. Where zinc react with dilute nitric acid to form zinc nitrate. നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റൽ നൈട്രേറ്റ് ഫോം ചെയ്യും. ഓക്കെ, അതിന്റെ ഒപ്പം ഉണ്ടായത് എന്താണ്? N2O ഡൈ നൈട്രജൻ ഓക്സൈഡ്, അതായത് +1 ഓക്സിജൻ സ്റ്റേറ്റ് ഉള്ള നൈട്രജൻ. എന്നാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ടാണെങ്കിൽ സിങ്ക് നൈട്രേറ്റിന്റെ ഒപ്പം NO2 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഏത് ടൈപ്പ് മെറ്റലാണ് റിയാക്ട് ചെയ്യുന്നത്? ഒരു 2 എക്സാമ്പിൾ നമ്മൾ കോപ്പറിന്റെ സിങ്കിന്റെ എക്സാമ്പിൾസ് നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, രണ്ടും നമുക്ക് തരുന്ന സിങ്ക് നൈട്രേറ്റ് അല്ലെങ്കിൽ കോപ്പർ നൈട്രേറ്റ് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഡൈല്യൂട്ട് കോൺസെൻട്രേറ്റ് മീഡിയത്തിൽ ഇത് തരുന്ന നൈട്രജന്റെ ഓക്സൈഡ്സ് ഡിഫറെന്റ് ആണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ മെറ്റലുമായിട്ടൊന്നുമില്ല, റോയൽ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അതേപോലെ വേറെ ചില മെറ്റൽസ്, അലൂമിനിയം, ക്രോമിയം തുടങ്ങിയ ചില മെറ്റൽസ്, ഇവ ഈ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓക്സിഡൈസിങ് ആസിഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ്, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് ഉടനെ ഒരു ഓക്സൈഡ് ഫോം ചെയ്യുകയും ആ ഓക്സൈഡ് ഒരു പാസീവ് ഫിലിമായിട്ട് ഈ മെറ്റലിന്റെ മുകളിൽ നിൽക്കുകയും ചെയ്യും. ഒരു ഫിലിമായിട്ട് കോട്ട് ചെയ്തിരിക്കും. ആൻഡ് അതിനുശേഷം പിന്നെ റിയാക്ഷൻ നടക്കാൻ സാധ്യതയില്ല, കാരണം ആ ഓക്സൈഡ് കോട്ട് ആ മെറ്റലിന്റെ മുകളിൽ വരും. സോ ഇറ്റ് ക്യാൻ പ്രിവെന്റ് ഫർദർ റിയാക്ഷൻ. തുടർന്നുള്ള റിയാക്ഷനെ തടയാൻ അതിന് സാധിക്കും. റൈറ്റ്, നമ്മൾ നോൺ മെറ്റൽസുമായിട്ട് എന്താണ് റിയാക്ഷൻ എന്ന് നോക്കാം. ഇപ്പൊ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ കണ്ടു. നോൺ മെറ്റൽസുമായിട്ട് ലൈക്ക് അയഡിൻ, കാർബൺ, സൾഫർ, ഫോസ്ഫറസ്, ഇങ്ങനെ വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള കുറച്ച് നോൺ മെറ്റൽസുമായിട്ട്. അയഡിൻ അയോഡിക് ആസിഡ് ആണ് തരാം, HiO3. എല്ലാത്തിലും NO2 ഉണ്ട്, നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ട്, ഓർക്കുക. HiO3 അയോഡിക് ആസിഡ്. കാർബൺ ആണെങ്കിൽ കാർബൺ ഡയോക്സൈഡ്, ഇറ്റ് ഇസ് നോട്ട് ട്രയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്. Carbon dioxide with water, carbonic acid, so still it is acid. Then sulfur might it is sulfuric acid, H2SO4, sulfuric acid.
ഫോസ്ഫറസുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ it is phosphoric acid. So with the non-metals it give corresponding acids. നമ്മൾ അവസാനമായിട്ട് കാണാൻ പോകുന്നത് ഇത്തരം കോമ്പൗണ്ട്സിൽ ഇപ്പൊ നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രേറ്റ്സ് ലൈക്ക് ലെഡ് നൈട്രേറ്റ് ഓർ സിങ്ക് നൈട്രേറ്റ് ഓർ കോപ്പർ നൈട്രേറ്റ് പോലത്തെ NO3 ഗ്രൂപ്പുള്ള ആനിയോണിക് ഗ്രൂപ്പുള്ള ഈ ആനിയോണിക് ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ്. And that test is known as brown ring test. അത് NO3 ഗ്രൂപ്പ് വേണം, NO3 മൈനസ് ഗ്രൂപ്പ്. ഓക്കെ, അത് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്താണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്? ബ്രൗൺ റിംഗ് ടെസ്റ്റ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് തന്ന നൈട്രേറ്റിന്റെ അക്വസ് സൊല്യൂഷൻ എടുക്കുന്നു, അതിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസൾഫേറ്റ്, അതായത് ഫെറസൾഫേറ്റ് അപ്പൊ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ഒരു കുറച്ച് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റീസ് മിക്സ് ചെയ്യും. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബ് ഒന്ന് ചെരിച്ച് പിടിച്ച് സ്ലാൻഡേർഡ് പൊസിഷനിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഡ്രോപ്പ് വൈസ് അതിന്റെ ഈ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിലൂടെ നമ്മൾ ഉള്ളിലേക്ക് ഒഴിക്കുന്നു, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട്. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡ് സാവധാനം അതിന്റെ ഉള്ളിലേക്ക്, സൾഫ്യൂരിക് ആസിഡ് വിസ്കസ് ലിക്വിഡ് ആയതുകൊണ്ട് സാവധാനമാണ് ഇറങ്ങി വരിക. അങ്ങനെ ഇറങ്ങി വരുന്നതിന്റെ ഫലമായിട്ട് അത് താഴെ വന്ന് ഈ ലിക്വിഡിന്റെ സർഫസ് മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഇത് രണ്ടും തമ്മിൽ റിയാക്ട് ചെയ്യുകയും ഒരു ബ്രൗൺ റിംഗ് ഫോം ചെയ്യുകയും ചെയ്യും. ഇറ്റ് ക്യാൻ ഫോം എ ബ്രൗൺ റിംഗ്. ഓക്കെ, അതുകൊണ്ടാണ് ആ ടെസ്റ്റിനെ നമ്മൾ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നൈട്രേറ്റ് ഉണ്ടെങ്കിലേ ഈ ബ്രൗൺ റിംഗ് തരുള്ളൂ, ഇല്ലെങ്കിൽ ബ്രൗൺ റിംഗ് തരില്ല. അപ്പൊ നൈട്രേറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ, കൺഫേം ചെയ്യാൻ നമുക്ക് ഈ ടെസ്റ്റ് യൂസ് ചെയ്യാം, ബ്രൗൺ റിംഗ് ടെസ്റ്റ്. എന്താണ് ബ്രൗൺ റിംഗ് ടെസ്റ്റിൽ സംഭവിക്കുന്നത്? ബ്രൗൺ റിംഗ് ടെസ്റ്റ് സാധാരണ ഡിപ്പെൻഡ് ചെയ്യുന്നത് on the ability of the ferrous ions to reduce nitrate to nitric oxide. നൈട്രേറ്റിനെ നൈട്രിക് ഓക്സൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ഫെറസ് അയോണിന്റെ കഴിവ്. ഈ നൈട്രിക് ഓക്സൈഡ് പിന്നെ എന്ത് ചെയ്യും? ഈ നൈട്രിക് ഓക്സൈഡ് പിന്നെ ഫെറസ് അയോണുമായിട്ട് ചേർന്നിട്ട് ഒരു ബ്രൗൺ കളേർഡ് കോംപ്ലക്സ് Fe(H2O5 times NO2+ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ്, കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യും. അതിന് ബ്രൗൺ കളറാണ്. അതാണ് നമ്മൾ ബ്രൗൺ റിംഗിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റെഡ്യൂസ് ferrous ions, and then this ferrous ions combines with the nitric oxide to form a brown colored substance complex. അതായത് ferrous ionsനെ നൈട്രേറ്റ്സിനെ നൈട്രിക് ഓക്സൈഡ് ആക്കി റെഡ്യൂസ് ചെയ്യാനും ഈ നൈട്രിക് ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തൊരു കളേർഡ് കോംപ്ലക്സ് ഉണ്ടാക്കാനും കഴിയും. അതാണ് ഇതിന്റെ തിയറി എന്ന് പറയുന്നത്. സോ ദാറ്റ് ടെസ്റ്റ് ഈസ് നോൺ ആസ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ കുറച്ച് യൂസസ്. എന്തിനാണ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നത്? നൈട്രിക് ആസിഡ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നൈട്രേറ്റ്സ് ഉണ്ടാക്കാൻ തന്നെയാണ്, ലൈക്ക് അമോണിയ നൈട്രേറ്റ്സ് എക്സെട്ര. അമോണിയ നൈട്രേറ്റ് ഒക്കെ വളമായിട്ട് ഉപയോഗിക്കുന്ന NPK ഫെർട്ടിലൈസേഴ്സ് എന്നൊക്കെ കേട്ട് കാണും. മാത്രമല്ല ചില നൈട്രേറ്റ്സ്, നൈട്രോഗ്ലിസറിൻ, ട്രൈനൈട്രോട്ടോളിൻ തുടങ്ങിയുള്ളത് എക്സ്പ്ലോസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വേറെ ചില നൈട്രേറ്റ്സ് പൈറോടെക്നിയിൽ, ടാസിനൈട്രേറ്റ് പോലെ പൈറോടെക്നി, വെടിമരുന്ന്, വെടിക്കോപ്പുകൾ ഉപയോഗിക്കുന്നു. എക്സ്പ്ലോസീവ്സ് ആയിട്ടും പൈറോടെക്നിയിലൊക്കെ ഈ നൈട്രേറ്റ്സ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ രണ്ട് തരം ഉപയോഗം പറഞ്ഞു. പ്രധാനമായിട്ടും ഫെർട്ടിലൈസേഴ്സ് ആണ്, പിന്നെ ഈ പൈറോടെക്നി അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് നേച്ചേഴ്സ് ഉള്ള കോമ്പൗണ്ട്സ് ആയിട്ട്. ഓക്കെ, നൈട്രോഗ്ലിസറിൻ, ട്രൈനൈട്രോട്ടോളുയിൻ തുടങ്ങിയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ഇത്തരം കോമ്പൗണ്ട്സ് ആണ്. പിന്നെ വേറെ ഒന്നുള്ളതാണ് പിക്ലിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇച്ചിങ് ഓഫ് മെറ്റൽസ്. അതായത് ചില ലോഹ ഉപരിതലത്തിലൊക്കെ നമുക്ക് പേരെഴുതുക, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്കിങ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ പിക്ലിംഗ് ഓഫ് സ്റ്റെയിൽ, ഇച്ചിങ് ഓഫ് സർട്ടൻ മെറ്റൽ. സ്റ്റീലിന്റെ മുകളിലാണ് വെച്ചാൽ പിക്ലിംഗ് എന്ന് പറയും. ഇച്ചിങ് ഓഫ് മെറ്റൽസ്, മെറ്റലിന്റെ മുകളിൽ എഴുത്ത് കോറി വരയ്ക്കാനൊക്കെ നമുക്ക് ഈ ആസിഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ റോക്കറ്റ് ഫ്യൂവൽ ഒരു ഓക്സിഡൈസർ ആയിട്ട് നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കുന്നു. റോക്കറ്റ് ഫ്യൂവൽസിൽ ഒരു ഓക്സിഡൈസർ ആയിട്ട്. ഇത്രയുമാണ് ഇതിന്റെ ഉപയോഗമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ,